RLB അക്കാഡമിയുടെ പേപ്പർ 1 വീഡിയോ സീരീസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ സെഷനിൽ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ സീരീസിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2023 ജൂൺ ആൻഡ് ഡിസംബർ എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ മൊഡ്യൂൾസിൻ്റെയും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് പരീക്ഷകളിൽ സ്പെസിഫിക്കലി അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, ഇതാണ് ബേസിക്കലി ഈ സീരീസിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് തന്നെ പേപ്പർ 1 ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ലോജിക്കൽ റീസണിങ് തുടങ്ങി പല മൊഡ്യൂളുകളുടെയും സീരീസ് അല്ലെങ്കിൽ വീഡിയോസ് ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അത് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. ഇനിയും ഈ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിലേക്ക് നമ്മൾ സ്പെസിഫിക്കലി വരുമ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഓൾറെഡി ചില സെഷൻസ് ചെയ്തിരുന്നു. ഒരു മാരത്തൺ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്നു. വേറെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്തെ കോർ ഏരിയാസ്, ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയെന്ന് അനലൈസ് ചെയ്യുന്നൊരു സെഷനായിരുന്നു ആ മാരത്തൺ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ആ ഒരു മാരത്തൺ വീഡിയോയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നമ്മൾ പിന്നീട് ചെയ്തിരുന്നു. വേറെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു 4-5 ടോപ്പിക്സ് ആ മാരത്തൺ വീഡിയോസിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അപ്ഡേറ്റഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ദാറ്റ് മാരത്തൺ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്തിരുന്നു. അതിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ആ രണ്ട് വീഡിയോസ് കൂടെ നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. സോ ഈ സെഷനിൽ നമ്മൾ സ്പെസിഫിക്കലി വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസാണ് ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലൊരു സെഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റൽ പ്രോട്ടോകോൾസ്, കൺവെൻഷൻസ് ഒക്കെയാണ്. എപ്പോഴും ഏത് എക്സാം എടുത്താലും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ഈ 2023 നടന്ന രണ്ട് സെഷൻസിലും അതിൻ്റെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ 2023 ജൂൺ ആൻഡ് ഡിസംബർ സെഷൻസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ജൂൺ ആൻഡ് ഡിസംബർ സെഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ മൊഡ്യൂളിൽ നിന്ന് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് എൻവയൺമെൻറ്റൽ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ കൺവെൻഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് വന്ന ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കൺവെൻഷൻസ് ആൻഡ് കമ്മീഷൻസ് നമ്മൾ അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ ഈ സെഷനിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇനിയും അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒരു എൻറ്റയർ സെഷൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ മൊഡ്യൂളിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് പൊല്യൂഷൻ, പൊല്യൂട്ടൻസ്, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് അല്ലെങ്കിൽ മനുഷ്യർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നത്, ഇതൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ അതിനുള്ളിലും നമുക്ക് പല സബ് ഏരിയാസും ഉണ്ട് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് നമുക്ക് കാണാൻ പറ്റും. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എയർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഈ രണ്ട് ഏരിയയ്ക്ക് കുറച്ചുകൂടെ ഒരു സിഗ്നിഫിക്കൻസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്ന രണ്ട് ഏരിയാസിനുള്ളിലേക്ക് ചെന്ന് അവിടുന്ന് വീണ്ടും നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പം ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനായിട്ട്, അതിൻ്റെ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്, ഇഫക്ട്സ് എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എയർ പൊല്യൂഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കണം. ആ ഒരു സെഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ ഓൾറെഡി ആ അപ്ഡേറ്റഡ് മാരത്തൺ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എയർ പൊല്യൂഷനിൽ തന്നെയുണ്ട്. ഇനി വാട്ടർ പൊല്യൂഷനിലേക്ക് വരുമ്പോഴും നമുക്ക് സ്പെസിഫിക്കലി ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഡിസോൾവ്ഡ് ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട ചില ആശയങ്ങൾ, ഇതൊക്കെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ബ്രോഡർ ഏരിയയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ പൊല്യൂഷൻ ആസ് എൻ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഏരിയ.
അതിനകത്ത് വീണ്ടും സ്പെസിഫൈ ചെയ്ത് പോകുമ്പോൾ എയർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ എയർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസും അല്ലെങ്കിൽ ടോപ്പിക്സും ഈ സെഷനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എൻവയൺമെൻറ്റൽ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് കൺവെൻഷൻസ്, പ്രോട്ടോകോൾസ്, സബ്മിറ്റ്സ് ഒക്കെ നമുക്ക് എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാംസിൽ ഇത് പലതും ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 2023 ജൂൺ ആൻഡ് ഡിസംബർ സെഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസിൽ നിന്ന് ഏതൊക്കെയാണ് നിങ്ങൾ സിഗ്നിഫിക്കൻ്റ്ലി പഠിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിലും ഇറ്റ്സ് എ വെരി ഹ്യൂജ് ഏരിയ, ഒരുപാട് കൺവെൻഷൻസ്, പ്രോട്ടോകോൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. പക്ഷേ അതിനകത്ത് വളരെ സ്പെസിഫിക്കലി റീസെൻറ്റ് എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻസ്, പ്രോട്ടോകോൾസ്, സബ്മിറ്റ്സ് ഒക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓഫ് 1987 ആണ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾ. ഒരുപാട് തവണ പരീക്ഷയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്, ഒരു പ്രോട്ടോകോൾ ആയിട്ട് നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായിരുന്നു ഈ മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്ത് എൻവയൺമെൻറ്റൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോട്ടോകോൾ വന്നത്? അപ്പോൾ എപ്പോഴും നിങ്ങൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷൻ ആണ്. ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്ന ഇഷ്യൂവിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ ഇഫ് യു ക്യാൻ റിമെമ്പർ ദ ഇയർ ഓൾസോ, അത് ഭയങ്കര നന്നായിരിക്കും. 1987 ആണ്. സോ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ മോൺട്രിയൽ പ്രോട്ടോകോൾ ഓഫ് 1987 is to repair the ozone layer through worldwide reduction and ultimately elimination of ozone depleting substances. അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളുടെ അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന സബ്സ്റ്റൻസുകളുടെ ഉൽപാദനം, അതിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ ബേസിക്കലി. അപ്പോൾ അത് രണ്ടും റെഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഓസോൺ ഡിപ്ലീഷൻ തടയുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് 1987 നിലവിൽ വരുന്നത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഓർക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ചില ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ് കൊടുത്തിട്ടുണ്ട്. SFC, കാർബൺ ടെട്രക്ലോറൈഡ്, ഹാലോൺസ്, ട്രൈക്ലോറോ ഇതേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോളിൽ അല്ലെങ്കിൽ അതിൻ്റെ അമെൻമെൻറ്റ്സിലൊക്കെ ആയിട്ട് കൃത്യമായി ഫേസ് ഔട്ട് ചെയ്യണമെന്ന് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള ചില സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഓർത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചില ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ മോൺട്രിയൽ പ്രോട്ടോകോളിൽ അവർ ഫേസ് ഔട്ട് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസസ് ഏതൊക്കെയെന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റനിൽ ചോദിക്കാം. അപ്പോൾ ഇഫ് യു കെൻ ജസ്റ്റ് റിമെമ്പർ എ ഫ്യൂ ഓഫ് ദീസ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഗിവൻ ഹിയർ നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചില അമെൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ ചില അമെൻമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ലണ്ടൻ അമെൻമെൻറ്റ് ഓഫ് 1990, the Copenhagen Amendment of 1992, the Montreal Amendment, then you have the Beijing Amendment and also the Kigali Amendment. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ആണ് ദ കിഗാലി അമെൻമെൻറ്റ് ഓഫ് 2016. ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കൺസേൺ ഇവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് കൺസേൺ ഗോട്ട് എ ലോട്ട് ഓഫ് എംഫസൈസ് ഇൻ ദി NTUGC നെറ്റ് എക്സാം ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അമെൻമെൻറ്റ്സ് എല്ലാം മോൺട്രിയൽ പ്രോട്ടോകോളുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. അതിനകത്ത് സ്പെസിഫിക്കലി കിഗാലി അമെൻമെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കിഗാലി അമെൻമെൻറ്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ് നിലവിൽ വരുന്നത്? October 15, 2016. അപ്പോൾ എന്തായിരുന്നു കിഗാലി അമെൻമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്? സോ ഇറ്റ് എയിംസ് ഫോർ ദി ഫേസ് ഡൗൺ ഓഫ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ് ഓർ HFCs ബൈ കട്ടിംഗ് ദി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? HFCയുടെ അളവ് അല്ലെങ്കിൽ HFC കംപ്ലീറ്റ്ലി ഫേസ് ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മേജർ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നിങ്ങൾ മോൺട്രിയൽ പ്രോട്ടോകോളിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒബ്ജക്റ്റീവ് ഒക്കെ പഠിച്ച സമയത്ത് ആ സ്ലൈഡിൽ കുറച്ച് സബ്സ്റ്റൻസസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് HFCയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഇനിഷ്യലി വന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളെ കൃത്യമായിട്ട് അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക, അതിനെ ഫേസ് ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, നമ്മൾ ഈ പറയുന്ന CFC അല്ലെന്നുണ്ടെങ്കിൽ HCFC പോലെയുള്ള ഈ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഫേസ് ഡൗൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മൾ ഫേസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു സംഭവമായിരുന്നു HFC എന്ന് പറയുന്നത്. ബട്ട് ലേറ്റർ ഓൺ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില ഡേഞ്ചേഴ്സ് അല്ലെങ്കിൽ HFCയുടെ ഒരു പ്രശ്നം
പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുകയും കിഗാലി അമെൻമെൻറ്റ് ടു മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ അത് കൃത്യമായി അവർ അഡ്രസ്സ് ചെയ്ത് HFCയെ കൂടി എലിമിനേറ്റ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മേജർ ഒരു ഗോൾ എന്തായിരുന്നു? ദ ഗോൾ ഇസ് ടു അച്ചീവ് ഓർ 80% റിഡക്ഷൻ ഇൻ HFC കൺസംഷൻ ബൈ 2047 ആകുമ്പോഴത്തേക്കും ഏകദേശം HFCയുടെ കൺസംഷൻ 80% എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഗോളായിരുന്നു കിഗാലി അമെൻമെൻറ്റ് മുമ്പൊക്കെ വെച്ചത്. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രോബ്ലം? ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു CFC, HCFC ഒക്കെ പോലെയുള്ള സബ്സ്റ്റൻസുകളുടെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന നിലയ്ക്കാണ് HFC എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ HFC ഓഫ്കോഴ്സ് എന്താണ്, ഓസോൺ ലെയറിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയിട്ടുള്ള CFC, HCFCക്കൊക്കെ പകരമുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് HFCനെ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് അത് ഓസോൺ ലെയർ ഡിപ്ലീഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ലേറ്റർ ഓൺ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ലേറ്റർ ഓൺ എക്സ്പ്ലോർ ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ഗിവൻ ദർ സീറോ ഇമ്പാക്ട് ഓൺ ദ ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ, HFC ഇസ് ബേസിക്കലി എ പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതായത് ഈവൻ ദോ HFC ഓസോൺ ഡിപ്ലീഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും HFC എന്താണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസിന് എന്ത് ചെയ്യും, എൻവയൺമെന്റിനെ വളരെ അഡ്വേഴ്സലി ബാധിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗിവൻ ദ സീറോ ഇമ്പാക്ട് ഓൺ ദ ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ, HFCs are currently used as replacements of hydrofluorocarbons or HCFCs and chlorofluorocarbons or CFCs in air conditioning, refrigeration and foam insulation. However, they are powerful greenhouse gases. So ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഈ ഒരു റിയലൈസേഷൻ എന്തിലേക്ക് ലീഡ് ചെയ്തു? ഇതിനെയും എന്ത് ചെയ്യണം, HFCയും കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താ, ഇതിനകത്ത് ഈ കിഗാലി അമെൻമെൻറ്റിനും മോൺട്രിയൽ പ്രോട്ടോക്കോളിനൊക്കെ പുറത്തേക്ക് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. HFC എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഡസൻറ്റ് കോൺട്രിബ്യൂട്ട് എനിത്തിങ് റോങ് ടു ദി ഓസോൺ, ദി പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ ലെയർ ഡിപ്ലീഷനിലേക്ക് HFC എന്ത് ചെയ്യുന്നില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് HCFCക്കും CFCക്കും ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന നിലയിൽ HFC നിലവിൽ വന്നത്. പക്ഷേ ലേറ്റർ ഓൺ എന്ത് മനസ്സിലായി, HFC ഒരു പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ട് മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ ഒരു അമെൻഡ്മെൻ്റ് ആയിരുന്നു. കിഗാലി അമെൻഡ്മെൻറ്റിൽ എന്ത് ചെയ്യാണ്, ഈ HFCനെയും ഫേസ് ഡൗൺ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്മിറ്റ് ആണ്, എർത്ത് സബ്മിറ്റ് ഓഫ് 1992 എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനോട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, എപ്പോഴും ചോദിക്കാറുള്ളതുമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഓൾട്ടർനേറ്റ് നെയിംസ് ആണ്. ഈ എർത്ത് സബ്മിറ്റ് ഓഫ് 1992 പല പേരുകൾ അല്ലെങ്കിൽ പല പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് നെയിംസ് എന്തൊക്കെയാണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ഒരു പേര് ഓർത്തിരിക്കുക, അതിൻ്റെ ആ ഒരു ഫുൾ ഫോം ഒക്കെ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. റിയോ ഡി ജനൈറോ എർത്ത് സബ്മിറ്റ് ഓർ റിയോ കോൺഫറൻസ്, ഇതൊക്കെ ഈ എർത്ത് സബ്മിറ്റ് ഓഫ് 1992 ഓൾട്ടർനേറ്റ് നെയിംസ് ആണ്. സോ ഇത് ഏത് ചോദിച്ചാലും ഇറ്റ് ഫോക്കസ് ചെയ്ത് ഓർ റെപ്രസെൻറ്റ്സ് ദി എർത്ത് സബ്മിറ്റ് ഓഫ് 1992 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് നെയിംസ് ഓർക്കുക. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് എർത്ത് സബ്മിറ്റ് 1992 തന്നെ ചോദിക്കണം എന്നില്ല, ഇങ്ങനെ പല പേരുകൾ അവർ ചോദിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഓൾട്ടർനേറ്റ് നെയിംസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇനി ഈ എർത്ത് സബ്മിറ്റ് അല്ലെങ്കിൽ ഈ കോൺഫറൻസ് എപ്പോൾ എവിടെ വെച്ചാണ് നടന്നതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് വാസ് എ കോൺഫറൻസ് വിച്ച് വാസ് ഹെൽഡ് അറ്റ് റിയോ ഡി ജനൈറോ, ബ്രസീൽ ഫ്രം June 3rd to 14th of 1992. അപ്പോൾ 1992 ജൂൺ 3 മുതൽ 14 വരെ ബ്രസീലിലെ റിയോ ഡി ജനൈറോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? രണ്ട് പ്രധാനപ്പെട്ട ഫോക്കസസ് അവിടെ ഉണ്ടായിരുന്നു. വേൾഡ് വൈഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ടൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എന്തിനുണ്ടായിരുന്നത്? എർത്ത് സബ്മിറ്റ് ഓഫ് 1992 അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പലപ്പോഴും നമ്മൾ ഈ കമ്മിറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ്മിറ്റ്സ് അല്ലെങ്കിൽ കോൺഫറൻസസ് ഓർ പ്രോട്ടോകോൾസ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ റാൻഡംലി നമ്മൾ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പഠിക്കും. കുറേ പ്രോട്ടോകോൾസും കുറേ സബ്മിറ്റ്സും കുറേ കോൺഫറൻസസും ഒക്കെ പഠിക്കും. പക്ഷേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ എർത്ത് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ട്, അല്ലെങ്കിൽ എർത്ത് സബ്മിറ്റിൽ നിന്ന് എമേർജ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോൺഫറൻസസ് ഉണ്ടോ, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫെയിൽ ചെയ്യുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ എന്താ മോൺട്രിയൽ പഠിക്കുന്നു. അപ്പോൾ മോൺട്രിയൽ നമ്മൾ സെപ്പറേറ്റ്ലി പഠിച്ചു, അതിന് ശേഷം നമ്മൾ എർത്ത് സമ്മിറ്റ് പഠിക്കും, പിന്നെ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ പഠിക്കും, ഇന്റർനാഷണൽ സോളർ അലയൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം, പിന്നെ പാരീസ് എഗ്രിമെന്റ് എന്ന് വേറൊരു കാര്യം പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ റാൻഡംലി നമ്മൾ പല പല കാര്യങ്ങൾ പല പല കോൺഫറൻസസും സബ്മിറ്റ്സും എക്സ്പ്ലോർ ചെയ്യും. പക്ഷേ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സബ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണോ മറ്റൊരു കോൺഫറൻസോ പ്രോട്ടോക്കോളോ നിലവിൽ വന്നത്? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് 1992 എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ഔട്ട്കംസ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്കംസ്? ഒന്ന്, റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. 2, അജണ്ട 21. 3, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതൊക്കെ എന്താ എർത്ത് സമ്മിറ്റ് 1992 ഔട്ട്കംസ് ആയിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എന്താണെന്ന് ക്വിക്ലി നമുക്കൊന്ന് നോക്കാം. എന്തായി റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അജണ്ട 21 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. റിയോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് 27 പ്രിൻസിപ്പിൾസ് ഫോർ ദ ഗൈഡൻസ് ഓഫ് നാഷണൽ എൻവയൺമെന്റൽ ബിഹേവിയർ ആൻഡ് എൻലിസ്റ്റിംഗ് ജനറൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓൺ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ. എൻവയൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എൻലിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻവയൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെ, നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെ, ഇതിനെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന 27 പ്രിൻസിപ്പിൾസ് അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റിയോ ഡിക്ലറേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 27 പ്രിൻസിപ്പിൾസും നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതിൽ ഒരു പ്രിൻസിപ്പിൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾ 7. ഈ പ്രിൻസിപ്പിൾ 7 എന്താ പറയുന്നത്? കോൺസെപ്റ്റ് ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനോട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പല എക്സാംസിനും ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റിൽ അവർ അതിൻ്റെ ഔട്ട്കം ആയിട്ട് പറഞ്ഞ റിയോ ഡിക്ലറേഷനിലെ 27 പ്രിൻസിപ്പിളുകളിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ 7, വിച്ച് ഫോക്കസസ് പ്രൈമർലി ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ എന്താണ് ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The principle balances, on the one hand, the need for all states to take responsibility for global environmental problems. അതായത് ഇവിടെ പറയുന്നത് എന്താ? കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഈ കോമൺ എന്ന് പറഞ്ഞാൽ എന്താ? On one side or on the one hand, the need for all states to take responsibility for global environmental problems. അതായത് ഒരു സൈഡിൽ ഇതിൻ്റെ ഭാഗമായുള്ള എല്ലാ സ്റ്റേറ്റുകളും നമ്മുടെ ഗ്ലോബൽ ലെവലിൽ ഉണ്ടാവുന്ന എൻവയൺമെൻറ്റൽ പ്രോബ്ലംസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇറ്റ്സ് എ കോമൺ ഇഷ്യൂ അല്ലേ? എല്ലാവരും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതിൻ്റെ മറ്റു സൈഡ് എന്താ? അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ എന്താ ഈ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഓൺ ദി അതർ ഹാൻഡ്, ദ നീഡ് ടു റെക്കഗ്നൈസ് ദ വൈഡ് ഡിഫറൻസസ് ഇൻ ലെവൽസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോഴും എല്ലാവരും ഒരുപോലെ റെസ്പോൺസിബിൾ ആണെന്ന് പറയുമ്പോഴും അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ഫാക്ടർ എന്താണ്? ദ വൈഡ് ഡിഫറൻസസ് ഇൻ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. അതായത് ഡിഫറെൻറ്റ് നേഷൻസ് തമ്മിൽ അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസസ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എൻവയൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഗ്ലോബൽ കൺസേണിൽ വരുന്ന എൻവയൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും അതിന് റെസ്പോൺസിബിൾ ആണ്. പക്ഷേ ഇതിനൊരു മെഷർ എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സ് വേണം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള നീഡ്സ് വേണം, ടെക്നിക്കൽ ആയിട്ടുള്ള നീഡ്സ് അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് എല്ലാ സ്റ്റേറ്റ്സിനും ചിലപ്പോൾ ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി നീഡ് ടു അക്സെപ്റ്റ് ദ ഡിഫറൻസ് ഇൻ ദ ലെവൽസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലെവലിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസേൺ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇതിനകത്ത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരേറ്റെടുക്കേണ്ടതായിട്ട് വരും? ഇങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്കണോമിക്കലി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസിന് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് കൺസിഡർ ചെയ്തുകൊണ്ട്
അതിന് സാധിക്കുന്ന ആളുകൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞൊരു ആശയമാണ് പ്രിൻസിപ്പിൾ 7, ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് ഓർത്തിരിക്കണം, ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എർത്ത് സമ്മിറ്റ് 1992 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എർത്ത് സമ്മിറ്റ് 1992 ഇമ്പോർട്ടൻറ്റ് ഔട്ട്കംസ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു റിയോ ഡിക്ലറേഷൻ. ഈ രണ്ടാമത് നമ്മൾ ആ ലിസ്റ്റിൽ കണ്ട എന്താ, അജണ്ട 21. അജണ്ട 21 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും റീസെൻ്റ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ വെരി ഈസി ക്വസ്റ്റ്യൻസ്, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താ ഈ അജണ്ട 21 എന്നുള്ളത് നമുക്ക് നോക്കാം. It outlined global strategies for cleaning up the environment and encouraging environmentally sound development. It is a comprehensive plan of action recommended by UN Summit to be taken globally, nationally and locally by organizations of the UN system, governments and major groups in every area in which human impacts the environment. So it gives an outline of basic, അല്ലെങ്കിൽ ഇതിനകത്ത് ബേസിക്കലി ഒരു ഔട്ട്ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത്, wherein it focuses primarily on global strategies for cleaning up the environment and encouraging environmentally sound development. അതായത് നമ്മൾ ഈ എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്, എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെന്റ് അല്ലേ. അപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗ്ലോബലി, നാഷണലി, ലോക്കലി ഒക്കെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിന് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത്, അജണ്ട 21 എന്ന് പറയുന്നത്. അപ്പോൾ റിയോ ഡിക്ലറേഷൻ നമ്മൾ പറഞ്ഞു, അജണ്ട 21 നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്, അടുത്തത് നമ്മൾ ആ ലിസ്റ്റിൽ കണ്ടത് എന്താ, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്, ദി പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അല്ലേ. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് റിയോ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് എയിംസ് അറ്റ് പ്രിസർവിംഗ് ദ വേൾഡ്സ് റാപ്പിഡ്ലി വാനിഷിംഗ് tropical rainforest. It is a non-legally binding document that makes several recommendations for conservation and sustainable development forestry. അപ്പോൾ ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലസ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെന്റ്, എൻവയൺമെന്റിനെ ഒട്ടും ചൂഷണം ചെയ്യാതെയുള്ള ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഫോക്കസ് ആണ് എർത്ത് സമ്മിറ്റിൽ പ്രൈമറിലി അവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പ്രൈമറിലി ഫോക്കസ് ചെയ്യാം, ഇവിടെ പ്രിസർവേഷൻ ഓഫ് റാപ്പിഡ്ലി വാനിഷിംഗ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോറസ്ട്രി അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക്കലി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ പ്രിസർവേഷൻ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സോ ഫാർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, എർത്ത് സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഔട്ട്കംസ് എന്തൊക്കെ. അതിനകത്ത് നമ്മൾ റിയോ ഡിക്ലറേഷനെ കുറിച്ച് സംസാരിച്ചു, അജണ്ട 21 കുറിച്ച് സംസാരിച്ചു, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ എർത്ത് സമ്മിറ്റ് 1992 തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, സിഗ്നേച്ചറിന് വേണ്ടി, അല്ലെങ്കിൽ ഇറ്റ് വാസ് ദീസ് കൺവെൻഷൻസ് വെയർ ഓപ്പൺ ഫോർ സിഗ്നേച്ചർ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 3 ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻസ് ബേസിക്കലി എന്തിൻ്റെ ഔട്ട്കം ആയിട്ടാണ് ഉണ്ടായത്, എർത്ത് സമ്മിറ്റിന്റെ ഔട്ട്കം ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് വന്ന 3 പ്രധാനപ്പെട്ട ഔട്ട്കംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഈ എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായ 3 കൺവെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് ഏതൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംപാറ്റ് desertification. So these are the 3 important conventions open for signature in the Earth Summit 1992. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓരോ കൺവെൻഷൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
നോക്കുന്നത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി വിച്ച് ഇസ് ഓൾസോ കോൾഡ് എസ് ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി. അപ്പോൾ ഡിഫറെൻറ്റ് നെയിംസിൽ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ദിസ് വാസ് കെയിം ഇൻ 1993 ഈ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് എന്താ ഫോക്കസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ബൈൻഡിംഗ് ട്രീറ്റി റിക്വയറിംഗ് നേഷൻസ് to take inventories of their plants and wild animals and protect their endangered species. It comes under the United Nations Environment Program or UNEP. അപ്പോൾ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന എന്താ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നേഷൻസും അവരുടെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അതിനെക്കുറിച്ച് ഇവർക്ക് എന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ളൊരു ഐഡിയ വേണം. ആൻഡ് ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദെയർ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് അല്ല, ഓരോ നേഷൻസും അവരുടെ ഈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇൻവെൻട്രീസ് ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ they need to identify the species that are going to be endangered. like endangered species identify ചെയ്ത് അതിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ഗോൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 ഗോൾസ് യൂഷ്വലി നിങ്ങളോട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൺവെൻഷനകത്ത് പ്രധാനപ്പെട്ട ഗോൾസ് എന്ന് പറയുന്നത്? കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, sustainable use of the components of the biodiversity, fair and equitable sharing of benefits arising from the genetic resources. അപ്പോൾ ഇത് 3 ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾസ്. ഇത് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക. നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഗോൾസ് ആണുള്ളതെന്ന് വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് കോമ്പണൻസ് അത് സസ്റ്റൈനബിൾ ആയിട്ട് അത് ചൂഷണം ചെയ്യാതെ ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ ജനറ്റിക് റിസോഴ്സസിൽ നിന്നുണ്ടാവുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും ജനറ്റിക് റിസോഴ്സസിൽ നിന്നും ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് അത് എല്ലാവർക്കും കൃത്യമായി ഫെയർ ആയി ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. അപ്പോൾ ഈ 3 ഗോൾസ് ആണ് പ്രധാനമായിട്ട് ഈ കൺവെൻഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് ദേ നീഡ് ടു ടേക്ക് ഇൻവെൻട്രീസ് അല്ലെങ്കിൽ ദേ നീഡ് ടു ഹാവ് ഡിഫറെൻറ്റ് നേഷൻസ് ദേ നീഡ് ടു ഹാവ് എ പ്രോപ്പർ അക്കൗണ്ട് ഓഫ് their plants and animals. അതിനെക്കുറിച്ചൊരു കൃത്യമായൊരു ധാരണ വേണമെന്ന് പറഞ്ഞു. സോ എക്സ്പെർട്ടൈസ് ഇൻ മാനേജിങ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി വേരീസ് ഇനോർമസ്ലി ഫ്രം കൺട്രി ടു കൺട്രി. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡേറ്റ ഇൻഫർമേഷൻ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി ഓരോ രാജ്യങ്ങൾക്കും എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഔട്ട്കം ആയിരുന്നു ക്ലിയറിംഗ് ഹൗസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫോർ ദിസ് റീസൺ ദ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് a clearinghouse mechanism to ensure that all governments have access to the information and technologies they need for their work on biodiversity. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫറെൻറ്റ് നേഷൻസിന് അവരുടെ മാനേജിങ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി അതിനകത്തുള്ള എക്സ്പെർട്ടീസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ കൺവെൻഷൻ്റെ ഒരു ഔട്ട്കമായ ഒരു ക്ലിയറിംഗ് ഹൗസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഗവൺമെൻറ്റ്സിനും അവരുടെ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ കളക്ഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻറ്റ് വർക്ക്സ് ഡിഫറെൻറ്റ് നീഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു നീഡുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി അസിസ്റ്റൻസ് എല്ലാ ഗവൺമെൻറ്റ്സിനും ഒരുപോലെ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്ന ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവാണ് ക്ലിയറിംഗ് ഹൗസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് കൺവെൻഷൻസ് പ്രോട്ടോകോൾസ് സബ്മിറ്റ്സ് അതും അതിൻ്റെ ഡിഫറെൻറ്റ് ഔട്ട്കംസ് റിലേറ്റ് ചെയ്യുന്ന മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അവിടെ നിങ്ങൾ ഓർക്കേണ്ട കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ക്ലിയറിംഗ് ഹൗസ് മെക്കാനിസം. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ നമ്മളൊരു 3 ഗോൾസ് പറഞ്ഞാൽ ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഫുൾഫിൽ ചെയ്യേണ്ട 3 ഗോൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഗോൾസ് കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രോട്ടോകോൾ ഈ ഒരു ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 എഗ്രിമെൻറ്റ്സും അല്ലെങ്കിൽ 2 പ്രോട്ടോകോൾസും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ 3 ഗോൾസിനോട് റിലേറ്റഡ് ആണ്. അപ്പോൾ ആ 2 എഗ്രിമെൻറ്റ്സിൻ്റെ പേരുകൾ കൂടി ഓർത്ത് വയ്ക്കുക, കാർട്ടജന പ്രോട്ടോകോൾ ആൻഡ് നഗോയ പ്രോട്ടോകോൾ. സോ ദീസ് ആർ ദ 2 സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റ്സ് കണക്റ്റഡ് ടു ദി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ ലിങ്ക് മറന്നു പോകരുത്. എർസബിൻ 1992 ആണ് നമ്മൾ പഠിക്കുന്നത്. ആ എർസബിൻ 1992 ഭാഗമായി എസ്റ്റാബ്ലിഷ്ഡ് ആയ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പിന്നീട് വന്നിട്ടുള്ള ചില കൺവെൻഷൻസ് 3 കൺവെൻഷൻ അതിനെ നമ്മൾ റിയോ കൺവെൻഷൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതെന്തായിരുന്നു? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇനി രണ്ടാമത് നമ്മൾ ആ ലിസ്റ്റിൽ കണ്ട എന്തായിരുന്നു? UNFCCC അഥവാ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ
ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇതും എവിടെയാണ് സൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എമേർജ് ചെയ്തിട്ടുള്ള സമയം, അല്ലെങ്കിൽ എമേർജ് ചെയ്ത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? എർത്ത് സമ്മിറ്റ് ഓഫ് 1992. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫൗണ്ടേഷണൽ ക്ലൈമറ്റ് എഗ്രിമെന്റ് ദാറ്റ് ഹാസ് പ്രൊവൈഡഡ് ദ പ്ലാറ്റ്ഫോം ഫോർ മോർ സബ്സീക്വന്റ് ഇന്റർനാഷണൽ ക്ലൈമറ്റ് എഗ്രിമെന്റ്സ്. നമ്മൾ ഇതിന് ശേഷം ഒരു ഇന്റർനാഷണൽ സിഗ്നിഫിക്കൻസ് ഉള്ള ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എഗ്രിമെന്റ് നോക്കിയാലും അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? UNFCCCയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം 1992 എർത്ത് സമ്മിറ്റിലാണ് ഇത് സൈൻ ചെയ്തത്. ആൻഡ് ദാറ്റ് കെയിം ഓർ ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ March 21, 1994. അപ്പോൾ എർത്ത് സമ്മിറ്റ് 1992 ഇത് സൈൻ ചെയ്യപ്പെടുന്നു. ആൻഡ് അത് ഫോഴ്സിൽ വരുന്നത് 1994. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് പർട്ടിക്കുലർലി അല്ലെങ്കിൽ വളരെ സ്പെസിഫിക്കലി ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. അതിലൂടെ ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്യാം? നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു UNFCCCക്ക് ഉണ്ടായിരുന്നത്. So stabilizing greenhouse gas concentrations in the atmosphere at a level that would prevent dangerous anthropogenic interference with the climate system. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ UNFCCCയുടെ COP അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഈ UNFCCC അവർക്ക് എല്ലാ വർഷവും എന്താ, ഇറ്റ്സ് ലൈക്ക് an annual conference wherein they come together and discuss on various issues related to climate change. അപ്പോൾ അവർക്ക് ഇയർലി എന്തുണ്ട്? ഒരു കോൺഫറൻസ് ഉണ്ട് UNFCCCയുടെ. അപ്പോൾ അതിനെയാണ് നമ്മൾ COP എന്ന് പറയുന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ആദ്യത്തെ COP1 ഈ നമ്പർ അനുസരിച്ചാണ് നമ്മൾ പറയാം. ആദ്യത്തെ COP1, the first UN climate change conference or conference of parties was held in 1995 in Berlin. 1995 ആദ്യമായിട്ട് ദ ഫസ്റ്റ് UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടപ്പിലാവുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു UNFCCC നിലവിൽ വരുന്നത് 1994, അല്ലെങ്കിൽ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1994. ആൻഡ് 95 ബെർലിനിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? അവരുടെ ആദ്യത്തെ COP അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ കോൺഫറൻസ് അവർ കൂടുകയാണ്. ഈ ഇയറും COP ഉണ്ട്. ആൻഡ് ദിസ് ഇയർ ഇറ്റ് ഇസ് COP29, 29ാമത്തെ COP ആണ് ഈ വർഷം നവംബറിൽ നടക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇതിനകത്തെ നമ്മൾ പറഞ്ഞു ഇയർലി ഇവർ കോൺഫറൻസ്, അല്ലെങ്കിൽ ഇയർലി ഇവർ ഒന്നിച്ചു കൂടും. ദേ ഹാവ് ദിസ് കോൺഫറൻസ് അല്ലെങ്കിൽ COPs നമ്മൾ പറഞ്ഞു. ഈ കൂടിയ COPയിൽ 2 COPs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് UNFCCC കോൺഫറൻസസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് 2 COPs നിങ്ങൾ വളരെ സ്പെസിഫിക്കലി ഓർത്തിരിക്കണം. അത് ഏതൊക്കെയാണ്? COP3 ആൻഡ് COP21. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? COP3യിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വരുന്നത്. COP21 2 പ്രധാനപ്പെട്ട എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സിന് തുടക്കം കുറിച്ചു. ദാറ്റ് ഇസ് പാരീസ് എഗ്രിമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 ഇനിഷ്യേറ്റീവ്സും നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ 2 COPs ഓർക്കുക, അതിൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് ഓർക്കുക. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലിങ്ക് നിങ്ങൾ മറന്നു വരുന്നത്? എർത്ത് സമ്മിറ്റ് 1992 ആണ് നമ്മൾ പറഞ്ഞത്. ആ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഔട്ട്കംസ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ റിസൾട്ടായിട്ട് വന്ന 3 റിയോ കൺവെൻഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തേതാണ് എന്ത്? UNFCCC എന്ന് പറയുന്നത്. ഇനി ഈ UNFCCCയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അല്ലെങ്കിൽ ദേ യൂസ് ടു മീറ്റ് എവറി ഇയർ, അല്ലെങ്കിൽ അവർക്ക് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കോൺഫറൻസുകളിൽ COP3യും COP21 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട്? COP3യുടെ ഭാഗമായിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വരുന്നു. COP21ന്റെ ഭാഗമായിട്ട് വി ഹാവ് പാരീസ് എഗ്രിമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ക്വിക്ക്ലി ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്കംസ് കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് അല്ലേ. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ജപ്പാനിൽ നടന്ന COP3യിൽ അവിടെ വെച്ച്, അല്ലെങ്കിൽ ക്യോട്ടോ ജപ്പാനിൽ നടന്ന COP3യിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഓൺ 11th December 1997 and hence it got the name of Kyoto Protocol because it was adopted in Kyoto. It's a place in Japan. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ 1997 ഇത് അഡോപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2005. 2005 അത് ഒഫീഷ്യലി ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2005. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പെർട്ടിക്കുലർലി എന്താ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ്. അതായത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റൽ ഇഷ്യൂസുമായിട്ട് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട എന്താ?
ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ്. ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഫോക്കസ് അപ്പോൾ എന്താ? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതായിരുന്നു ആര് ഫോക്കസ് ചെയ്തത്? ക്യോട്ടോ പ്രോട്ടോകോൾ ഫോക്കസ് ചെയ്തത്. ഇനി ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ നിങ്ങൾക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്യോട്ടോ പ്രോട്ടോകോളിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ഓർത്തിരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഇതിന് ക്യോട്ടോ പ്രോട്ടോകോളിന് തന്നെ 2 കമ്മിറ്റ്മെന്റ് പീരീഡ്സ് ഉണ്ട്. അതായത് ഇതിനകത്ത് ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ദേ ഹാവ് 2 ഡിഫറെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ്സ്. അപ്പോൾ ആ 2 കമ്മിറ്റ്മെൻറ്റ് പീരീഡ്സ് ആ ഒരു ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഈ 2 കമ്മിറ്റ്മെൻറ്റ് പീരീഡിൻ്റെ ഭാഗമായിട്ട് അവർ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്ത ചില ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്നാണ് യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആൻഡ് ഓൾസോ ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫുൾഫിൽ ചെയ്യാനായിട്ട് ചില ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് അല്ലെങ്കിൽ അത് നടപ്പിലാവാനായിട്ടുള്ള ചില പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് കൂടി അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കാനായിട്ട് സാധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് ആണ്. അപ്പോൾ അത് ഈ ഇയർ ഓർക്കുക കേട്ടോ. ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 2008 ആൻഡ് ഇറ്റ് എൻറ്റഡ് ഇൻ 2012. 2008 മുതൽ 2012 വരെയായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ആദ്യത്തെ കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്ന ഒരു ടാർഗറ്റ് എന്തായിരുന്നു? 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവർ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തു. എന്നിട്ട് അത് റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ ദ ടാർഗറ്റ്സ് ഫോർ ദ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് ഓഫ് ദ ക്യോട്ടോ പ്രോട്ടോകോൾ കവർ എമിഷൻസ് ഓഫ് ദ 6 മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. സോ ഏതൊക്കെയാണ് 6 പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്? അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി ഹാവ് കാർബൺ ഡൈ ഓക്സൈഡ്, methane, nitrous oxide, hydrofluorocarbons, perfluorocarbons and sulfur hexafluoride. These are important greenhouse gases. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ ഫോക്കസ് ചെയ്ത 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെ, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 6 എണ്ണത്തിൻ്റെ പേരുകൾ, അതിൻ്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇതിനോട് റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The Kyoto Protocol commits 37 industrialized countries and the European Union to the so-called Kyoto target of reducing their greenhouse gas emissions by an average of 5% against 1919 levels over the 2008 to 2012 period. അതായത് ഇവിടെ എത്ര ശതമാനം 2008 to 2012 എന്ന് പറയുന്ന ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് ആണ്. അപ്പോൾ 1990 ഉണ്ടായിരുന്നതിനേക്കാളും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ബൈ ആൻ ആവറേജ് 5% എങ്കിലും എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. 5% എങ്കിലും റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞൊരു ടാർഗറ്റ് ഇവർ കൃത്യമായിട്ട് വെച്ചിരുന്നു. സോ പ്ലീസ് ഡു റിമെമ്പർ ദിസ് ടാർഗറ്റ്, ദിസ് പെർസെൻറ്റേജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ്. അപ്പോൾ ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ്. സോ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് എഗ്രി ചെയ്യുന്നത് 2012 വിച്ച് ഇസ് നോൺ ആസ് ദ ദോഹ അമെൻമെന്റ് ടു ദി ക്യോട്ടോ പ്രോട്ടോകോൾ. അതായത് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ദോഹ അമെൻമെന്റ് ഭാഗമായിട്ടാണ് ഇവരുടെ കമ്മിറ്റ്മെന്റ് പീരീഡ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടാമതൊരു കമ്മിറ്റ്മെന്റ് പീരീഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് ഇയർ എത്ര തൊട്ട് എത്ര വരെയാണ്? 2013 to 2020. ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 2008 to 2012 ആണ് ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ്. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് എപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയാണ്? 2013 to 2020. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ എന്താ, 1919 ലെവൽസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 5% എങ്കിലും എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതായത് ഈ പറയുന്ന എമിഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡിന്റെ ഉദ്ദേശം. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് പീരീഡിലോ ഇറ്റ് ഇസ് 18%. So during the second commitment period, parties committed to reduce greenhouse gas emissions by at least 18% below 1990 levels in the 8-year period from 2013 to 2020. അപ്പോൾ ഈ 18% എന്നുള്ളതായിരുന്നു സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിലെ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ആ ഒരു എയിം അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് കൂടെ നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി അടുത്തൊരു സിഗ്നിഫിക്കൻറ്റ് കാര്യം, ഈ ക്യോട്ടോ പ്രോട്ടോകോളിനോട് റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് എന്ന് പറയുന്നത്. സോ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് കുറയ്ക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് ബേസിക്കലി ക്യോട്ടോ പ്രോട്ടോകോളിനുള്ളത്. അപ്പോൾ ആ ഒരു ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ എമിഷനുമായിട്ട് അല്ലെങ്കിൽ ആ എമിഷൻ റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്
ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്ത് ചെയ്യാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ വൺ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദി ക്യോട്ടോ പ്രോട്ടോക്കോൾ വാസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫ്ലെക്സിബിൾ മാർക്കറ്റ് മെക്കാനിസംസ് which are based on the trade of emissions permit. അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് നേഷൻസിന് അവർക്ക് അനുവദനീയമായിട്ടുള്ള എമിഷൻ പെർമിറ്റുകളുണ്ട്. അപ്പോൾ ആ പെർമിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു മാർക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കണം, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഓർക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഉദ്ദേശം എന്താണ്? ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഉദ്ദേശം ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ സ്റ്റെബിലൈസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 ഇനിഷ്യേറ്റീവ്സ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനെയാണ് നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസിൽ കാണുന്നത്. ഏതൊക്കെയാണ്? ഇന്റർനാഷണൽ എമിഷൻസ് ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. നിങ്ങൾക്ക് യൂഷ്വൽ കേസിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് ചോദ്യങ്ങൾ വരാറില്ല. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മറ്റേ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാത്സ് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും ക്യോട്ടോ പ്രോട്ടോക്കോളിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. നമ്മൾ യൂഷ്വലി LMSലും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ ഓരോ മെക്കാനിസം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാറുണ്ട്. പക്ഷേ സോഫാർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഓരോ മെക്കാനിസം സ്പെസിഫിക്കലി അതിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദ്യങ്ങളാണ് ചോദിക്കാറില്ല. ഇത് ക്യോട്ടോ പ്രോട്ടോക്കോളായിട്ട് റിലേറ്റഡ് ആണ്, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസിൽ വരുന്നതാണ് എന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 3 ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതെന്താ? UNFCCCയുടെ COP3യുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഔട്ട്കമാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഇനി ആ UNFCCC തന്നെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ എന്താ? UNFCCCയുടെ COP3 ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ COP21 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് COP21 ഇമ്പോർട്ടൻ്റ് ആവുന്നത്? 2 പ്രധാനപ്പെട്ട ഔട്ട്കംസ്. ഒന്ന് പാരീസ് എഗ്രിമെന്റ്, 2 ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇത് രണ്ടുമാണ് COP21 ഓഫ് UNFCCCനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം പാരീസ് എഗ്രിമെന്റ്. പാരീസ് എഗ്രിമെന്റ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിനെയാണ് സ്പെസിഫിക്കലി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഓർത്ത് പോവാം. മോൺട്രിയൽ പ്രോട്ടോക്കോൾ, ഓസോൺ ഡിപ്ലീഷൻ. ക്യോട്ടോ പ്രോട്ടോക്കോൾ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഇനി പാരീസ് എഗ്രിമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്. അങ്ങനെ നിങ്ങൾ സ്പെസിഫിക്കലി ഇത് ഓരോന്നായിട്ട് ഓർത്ത് വെച്ചാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് പാരീസിൽ നടന്ന UNFCCCയുടെ 21ാമത്തെ COPയിലാണ് പാരീസ് എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്? അഡാപ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഓൺ 12 December 2015 ആൻഡ് ഇറ്റ് എൻറ്റേർഡ് ഇൻടു ഫോഴ്സ് ഓൺ 4th November 2016. പാരീസ് എഗ്രിമെന്റിൽ നിന്ന് എപ്പോഴും ആവർത്തിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ is from this point. Its goal, അതിനെ ഫേസ് അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. So its goal is to limit global warming to well below 2, preferably to 1.5 degrees Celsius compared to pre-industrial level. എന്ന് പറഞ്ഞാൽ pre-industrial level, ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് pre-industrial ലെവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്തായാലും കൂടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് ഒരു തരത്തിലുള്ള ഗ്ലോബൽ വാർമിങ്ങും പറ്റില്ല, ഒരു തരത്തിലുള്ള ഇങ്ങനെ ചേഞ്ചും വരില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പോയിന്റ് അതിനെ കൺട്രോൾ ചെയ്യുക. അതായത് ഈ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഉണ്ടാവുന്ന ഗ്ലോബൽ വാർമിങ്ങിൽ ഉണ്ടാവുന്ന ഈ ഒരു ഇൻക്രീസ് അതിനെ ഒരു 2 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ പ്രിഫറബിളി 1.5 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുക? പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഗോളാണ് പാരീസ് എഗ്രിമെന്റ് പറയുന്നത്. അതായത് ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആ ലിമിറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യാൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ സമ്മതിക്കാതെ ഒരു ലിമിറ്റിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഗോളാണ് ആര് പറയുന്നത്? പാരീസ് എഗ്രിമെന്റ് മുമ്പൊക്കെ വെക്കുന്നത്. അപ്പോൾ ആ പാരീസ് എഗ്രിമെന്റിനെ കൃത്യമായിട്ടുള്ള ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ ഗോളിലേക്ക് അല്ലെങ്കിൽ ആ ഗോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ആണ്, 2 ലോങ് ടേം ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇത് രണ്ടും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മൾ മുമ്പേ ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ഒരു 3 പറഞ്ഞതുപോലെ പാരീസ് എഗ്രിമെന്റിനോട് കണക്റ്റഡ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസും അതുപോലെ ലോങ് ടേം ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് എന്താ? ഇവിടെ ഈ നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻറ്റ് കൺട്രീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൺട്രീസ് ബേസിക്കലി ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ആക്ഷൻസ് ദേ വിൽ ടേക്ക് ടു റെഡ്യൂസ് ദെയർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഇൻ ഓർഡർ ടു റീച്ച് ദി
goals of the Paris Agreement. Paris Agreementil പറഞ്ഞിരിക്കുന്ന goal achieve ചെയ്യാൻ different nations അല്ലെങ്കിൽ different countries അവരെന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാൻ വേണം. ആ പ്ലാനിനെയാണ് നമ്മൾ നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഒരു 5 ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത് മേക്ക് ചെയ്യുന്നത്. ഓരോ 5 ഇയേഴ്സിൽ എന്ത് ചെയ്യും, വീണ്ടും അത് റിവ്യൂ ചെയ്ത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അതാണ് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എന്താ ഷോർട്ട് ടേം ഗോൾസ് അല്ലെങ്കിൽ ചെറിയ ഇത്ര വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ലോങ് ടേം ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഓർക്കാം. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ NDCs അല്ലെങ്കിൽ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ബട്ട് ദിസ് ലോങ് ടേം ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ആർ നോട്ട് മാൻഡേറ്ററി. ഇത് മാൻഡേറ്ററി അല്ല, പക്ഷേ ഒരു ലോങ് ടേമിലേക്ക് പാരീസ് എഗ്രിമെന്റിൽ കൃത്യമായി ഫോക്കസ് ചെയ്തിരിക്കുന്ന എയിം അല്ലെങ്കിൽ ആ ഗോൾ അത് അച്ചീവ് ചെയ്യാൻ ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഒരു പ്ലാൻ ആയിട്ട് ഉണ്ടാക്കുക. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പാരീസ് എഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ട് ഓർക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ലിങ്ക് ഓർക്കുന്നുണ്ടല്ലോ, എർത്ത് സബ്മിറ്റ് 1992 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എർത്ത് സബ്മിറ്റ് 1992 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന 3 കൺവെൻഷൻസിൽ രണ്ടാമത്തത് UNFCCC ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ UNFCCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അത് COP3 ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ക്യോട്ടോ പ്രോട്ടോകോൾ. COP21 ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഓഫ് പാരീസ് എഗ്രിമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതിനകത്ത് പാരീസ് എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് മൂവ് ചെയ്യാം. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അലയൻസ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ ജോയിന്റ് എഫേർട്ട് ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഇന്ത്യയും ഫ്രാൻസും കൂടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ അലയൻസ് ആണിത്. ആൻഡ് എന്താ ഇതിന്റെ ഫോക്കസ്? It is to mobilize efforts against climate change through a deployment of solar energy solutions. It was conceptualized on the sidelines of the 21st Conference of Parties to the United Nations Framework Convention on Climate Change held in Paris in 2015. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, UNFCCയുടെ പാരീസിൽ നടന്ന COP21 ഇങ്ങനൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് വന്നതെന്ന് മനസ്സിലാക്കാം. എന്താ ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത്? നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ക്ലൈമറ്റ് ചേഞ്ച് ആണല്ലേ. ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ, അതായത് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഫേർട്സ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ത്യയും ഫ്രാൻസും കൂടെ കൺജോയിൻ്റ് ആയിട്ട് വന്ന ഒരു അലയൻസ് ആയിട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസ് 2015 പാരീസിൽ നടന്ന COP21 എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അപ്പോൾ ഇത് ഇനിഷ്യലി വന്ന സമയത്ത് ഇറ്റ് ഇസ് എൻ അലയൻസ് ഓഫ് ദ സൺഷൈൻ കൺട്രീസ്. ഈ സൺഷൈൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കൺട്രീസ് ലൈങ് ഇൻ ബിറ്റ്വീൻ ദ 2 ട്രോപ്പിക്സ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ, വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദി സോളാർ എനർജി. നിങ്ങൾ സ്കൂളിലൊക്കെ സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ച സമയത്ത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന റീജിയൻസ് ആണ്. നിങ്ങൾ മറ്റേ ഗ്ലോബിലൊക്കെ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും മേ ബി. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ ഈ ഒരു റീജിയൻ, ഇതിനിടയിൽ വരുന്ന റീജിയനിലുള്ള കൺട്രീസ് അല്ലെങ്കിൽ അവരെ നമ്മൾ സൺഷൈൻ കൺട്രീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അവരുടെ ഒരു അലയൻസ് ആയിട്ടാണ് ഇനിഷ്യലി ഈ ഒരു ഇനിഷ്യേറ്റീവ് വരുന്നത്. പക്ഷേ ലേറ്റർ ഓൺ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ഇൻ 2020 ഇറ്റ്സ് ആൻ അമെൻമെന്റ്. ആ അമെൻമെന്റിന്റെ ഭാഗമായിട്ട് all member states of the United Nations are now eligible to join the ISA. അതായത് 2020 ഫ്രെയിംവർക്ക് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഈ UN സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും, UNന്റെ എല്ലാ മെമ്പേഴ്സിനും താല്പര്യമുള്ളവർക്ക് ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഭാഗമാകാനായിട്ടുള്ള പ്രൊവിഷൻ എന്ത് ചെയ്തു? 2020 ഫ്രെയിംവർക്ക് എഗ്രിമെന്റോടുകൂടി വന്നു. അപ്പോൾ ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് ബന്ധപ്പെട്ട് യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇറ്റ്സ് എൻ അലയൻസ് ഓഫ് ദ സൺഷൈൻ കൺട്രീസ്. അപ്പോൾ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ അത് ഓർത്ത് വെക്കുക. പിന്നെ 1-2 തവണ ആവർത്തിച്ച് ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ വിഷനും മിഷനും ഐഡന്റിഫൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിഷൻ എന്താണ്? ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ വിഷൻ എന്താ? ലെറ്റ് us together make the sun brighter. That's the vision. മിഷൻ എന്താണ്? Every home, no matter how far away, will have a lighted home. ഓക്കെ, വളരെ ക്യാച്ചി ആയിട്ടുള്ള 2 ഫ്രേസ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് എൻ്റെ വിഷനും മിഷനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. അതായത് ചില സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരാം. അപ്പോൾ എങ്ങനെ തന്നാലും അത് പെട്ടെന്ന് ഇതിൻ്റെ വിഷൻ ഏതാ മിഷൻ ഏതാ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇതും ആവർത്തിച്ച് ചോദിച്ച് കാണാറുണ്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാരീസ് എഗ്രിമെന്റ് ആണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ആണ് പലപ്പോഴും ഫോക്കസ് ചെയ്യുക. ക്യോട്ടോ പ്രോട്ടോകോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മിറ്റ്മെന്റ് പീരീഡ്സും അതിനകത്തെ ഒബ്ജക്റ്റീവ്സും ആണ് അവരുടെ ഫോക്കസ്. അതുപോലെ ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് വരുമ്പോൾ വിഷൻ ആൻഡ് മിഷൻ അവരുടെ പ്രധാനപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ താല്പര്യമുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മൂവിങ് ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്
കൺവെൻഷൻ, UN കൺവെൻഷൻ ടു കോംപാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ. ഇതും എന്തിൻ്റെ ഭാഗമാണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് വന്ന മൂന്നാമത്തെ റിയോ കൺവെൻഷനാണ്. ഒന്ന് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിരുന്നു, രണ്ട് ക്ലൈമറ്റ് ചേഞ്ച്. UNFCCC ആയിരുന്നു രണ്ടാമത് എർത്ത് സമ്മിറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്കം ആയിട്ട് വന്ന ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നിവ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി എർത്ത് സമ്മിറ്റിലെ മൂന്നാമത്തെ റിയോ കൺവെൻഷൻ ആണ് UN കൺവെൻഷൻ ടു കോംപാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1994 ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ബിക്കെയിം ഇഫക്റ്റീവ് ഇൻ 1996. അപ്പോൾ ഇതെന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? സസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെന്റ് ആണ്. ഈ തരിശു നിലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർ, അവരുടെയൊക്കെ ഡെവലപ്മെന്റും പ്രൊട്ടക്ഷനും, ഇതൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഇന്റർനാഷണൽ എഗ്രിമെന്റ്, ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ എഗ്രിമെന്റ് linking environment and development to sustainable land management, and the convention addresses specifically the arid, semi-arid and dry subhumid areas known as the dry lands. അപ്പോൾ dry landsന്റെ പ്രൊട്ടക്ഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അവിടുത്തെ മനുഷ്യർ, അവിടെയുള്ള ജീവജാലങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ ആയിരുന്നു മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ഗോൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗോൾസിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. Improve the living conditions for people in dry lands, then to maintain and restore land and soil productivity, to mitigate the effects of drought. അപ്പോൾ ഇത് 3 പ്രധാനമായിട്ട് ഡ്രൈ ലാൻഡ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസും അത് കൃത്യമായി ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവുമായിരുന്നു എന്തിനുണ്ടായിരുന്നത്? UN കൺവെൻഷൻ ടു കോംപാറ്റ് ഡെസേർട്ടിഫിക്കേഷന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അതായത് സോഫാർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻസ്, പ്രോട്ടോകോൾ, സബ്മിറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കണക്ഷനിൽ പഠിക്കും. മോൺട്രിയൽ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ, അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ദെൻ വി ഹാവ് ലേൺഡ് അബൌട്ട് എർത്ത് സമ്മിറ്റ് ഓഫ് 1992. അപ്പോൾ എർത്ത് സമ്മിറ്റിൻ്റെ ഔട്ട്കംസ് ആയിട്ട് വന്ന 3 പ്രധാനപ്പെട്ട ഡോക്യുമെന്റിൽ റിയോ ഡിക്ലറേഷൻ, അജണ്ട 21, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഈ എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായി പിന്നീട് വന്നിട്ടുള്ള ചില റിയോ കൺവെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 3 ഒന്ന് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്നതായിരുന്നു, 2 UNFCCC ആയിരുന്നു, 3 ഈ ഡെസേർട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ആയിരുന്നു. ഇതിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ UNFCCC റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഔട്ട്കംസ്, അതിൻ്റെ ഡിഫറെൻറ്റ് COP3 ആൻഡ് COP21 വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒക്കെ ഫലമായിട്ട് വന്ന ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇത്രയും നമ്മൾ സോഫാർ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതിൽ കൂടുതൽ കൺവെൻഷൻസും സബ്മിറ്റ്സും പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ 2023 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഈ ഏരിയാസിൽ നിന്നൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിത് പ്രൈമറിലി ഫോക്കസ് ചെയ്തത്. ഞാനിത് വീണ്ടും ആവർത്തിച്ച് ഈ ഒരു കണക്ഷൻ പറയുന്നത്, ആ കണക്ഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം മറന്നു പോവാതെ പഠിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ UNFCCC വാസ് ദി ഔട്ട്കം ഓഫ്. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ നമ്മൾ വളരെ റാൻഡം ആയിട്ട് ഇങ്ങനെ ഓക്കെ UNFCCC ഉണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്, പാരീസ് എഗ്രിമെന്റ് ഉണ്ട്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്താവും, ബുദ്ധിമുട്ടാവും ആൻസർ ചെയ്യാൻ. കാരണം ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, പക്ഷേ കണക്ഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകും. സോ UNFCCC എന്തിൻ്റെ ഔട്ട്കം ആണ്? എന്തൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്? പാരീസ് എഗ്രിമെന്റ് ഉണ്ട്, മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ട്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, പിന്നെന്താ എർത്ത് സബ്മിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ അറിയാം അല്ലേ? എന്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെ ഔട്ട്കം ആയിട്ടാണ് UNFCCC നിലവിൽ വന്നത്? ദാറ്റ് ഈസ് എർത്ത് സബ്മിറ്റ്. പാരീസ് എഗ്രിമെന്റും അതുപോലെ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ഇത് ഈ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി എന്താണ്? എർത്ത് സബ്മിറ്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പാരീസ് എഗ്രിമെന്റ് UNFCCCയുടെ COP21 വന്നതാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്രോട്ടോകോൾ which particularly focused on ozone depletion. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആൻസർ എന്താ? ദാറ്റ് ഈസ് എർത്ത് സബ്മിറ്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ D. Moving to the next question, June 2023 ചോദിച്ചതാണ്. International Solar Alliance was launched in the year 2015, then you have 2016, 2017 and 2018. അപ്പോൾ International Solar Alliance എന്നാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. So that was in 2015, that is option A, so the right answer is option A itself. Moving to the next question, December 2023 ചോദിച്ചതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്.
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അണ്ടർ മോൺട്രിയൽ പ്രോട്ടോകോൾ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് ഹാവ് differentiated responsibilities. Statement 2 says under Kigali Amendment of Montreal Protocol, chlorofluorocarbons and hydrochlorofluorocarbons were to be phased out. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് ഹാവ് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ മോൺട്രിയൽ അല്ല ആക്ച്വലി ഫോക്കസ് ചെയ്ത് അതിന് ശേഷം നമ്മൾ കണ്ട ചില പ്രധാനപ്പെട്ട പേരിസ് സമ്മിറ്റ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടത്. പക്ഷേ മോൺട്രിയൽ പ്രോട്ടോക്കോളിലും എന്താണ് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അവിടെ ആ ഒരു കാര്യമാണ് ഇവിടെയും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അണ്ടർ മോൺട്രിയൽ പ്രോട്ടോകോൾ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് ഹാവ് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അത് മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ കാര്യത്തിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഓർക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ട് എടുക്കാം. സ്റ്റേറ്റ്മെന്റ് 2 എന്താ? അണ്ടർ കിഗാലി അമെൻഡ്മെന്റ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ CFCs and HCFCs were to be phased out. കിഗാലി അമെൻഡ്മെന്റിൽ ബേസിക്കലി CFCയും HCFCയും അത് ഫേസ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ഫേസ് ഡൗൺ ചെയ്യണം എന്നുള്ളതായിരുന്നു സജഷൻ. അല്ല, മറിച്ച് എന്തായിരുന്നു? CFCയുടെയും HCFCയുടെയും അതിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് വന്ന HFCനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കിഗാലി അമെൻഡ്മെന്റിൽ നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ കിഗാലി അമെൻഡ്മെന്റിൽ ഈ രണ്ട് കാര്യങ്ങളല്ല എന്ത് ചെയ്യുന്നത്, ഫേസ് ഡൗൺ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ അല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 is correct but statement 2 is incorrect is option C. So the right answer is option C itself. Moving to the next question, December 2023 തന്നെ ചോദിച്ചതാണ്, which of the following gases were covered under Kyoto Protocol? ഞാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു. ആവർത്തിച്ച് പല തവണ ഇതേ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രജൻ ഡൈ ഓക്സൈഡ്, then you have nitrous oxide, സൾഫർ ഡൈ ഓക്സൈഡ്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡിൽ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന 6 ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെയാണ് ക്വസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, ആൻഡ് ഓൾസോ യു ഹാവ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് ഇസ് ഓപ്ഷൻ ഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A, B, D ഓപ്ഷൻസ് ആ വരേണ്ടത്. A, B and D only is option A. So the right answer is option A itself. സോ അങ്ങനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റിൽ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ്, കമ്മിറ്റീസ് അല്ലെങ്കിൽ സബ്മിറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ 2023 എക്സാംസിൽ അവർ എക്സ്പ്ലോർ ചെയ്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾ സബ്മിറ്റ്സ് കോൺഫറൻസസ് ഒക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. Now we are moving to the next important area, that is pollution, pollutants and their impacts on human health. Very very important. ഇതൊന്നും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു ട്രെൻഡ്, ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയയ്ക്കുള്ളൊരു എംഫസിസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ പൊല്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെ ബ്രോഡർ ആയിട്ടുള്ളൊരു ഏരിയയാണ്. യു ഹാവ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, അങ്ങനെ പല തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ എയർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷന് കുറച്ചുകൂടി സിഗ്നിഫിക്കൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഏരിയ നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് സ്പെസിഫിക്കലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ നോക്കുന്ന എയർ പൊല്യൂഷനാണ്. അപ്പോൾ എയർ പൊല്യൂഷനിൽ യൂഷ്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഡിഫറെൻറ്റ് പൊല്യൂട്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രൈമറിലി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഈ പൊല്യൂട്ടൻസിനെ തന്നെ ജനറലി നമുക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് തരംതിരിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ പൊല്യൂട്ടൻസിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്ന ചില ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസും അത് കാരണം ഉണ്ടാകുന്ന ചില എൻവയൺമെന്റൽ ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനറലി പൊല്യൂട്ടൻസിനെ നമുക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് തിരിക്കാം. എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് തമ്മിലുള്ള വ്യത്യാസം? പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ സോഴ്സസിൽ നിന്ന് ഡയറക്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് അതേ ഫോമിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുക. സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരുന്ന പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഈ പൊല്യൂട്ടൻസ് ആ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ അറ്റ്മോസ്ഫിയറിൽ ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് മൂലം അത് തമ്മിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? Primary pollutants are pollutants that are formed and emitted directly from particular sources which can be natural or of anthropogenic origin. Man-made ആയിട്ടുള്ള സോഴ്സസിൽ നിന്നോ
നാച്ചുറൽ സോഴ്സസിൽ നിന്നോ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്ട്ലി എന്തെങ്കിലും പെർട്ടിക്കുലർ സോഴ്സസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുക. ഇനി സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? These are pollutants that are formed in the lower atmosphere by chemical reactions. Its origin lies in the interactions between the primary emissions in the atmosphere. One of the most known secondary pollutants is tropospheric ozone. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന പ്രൈമറി എയർ പൊല്യൂട്ടൻസ് അവർ തമ്മിൽ എന്തെങ്കിലും അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻസിലൂടെ അല്ലെങ്കിൽ അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അതിന്റെ ഫലമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് വിളിക്കുക. സെക്കൻഡറി എയർ പൊല്യൂട്ടൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊല്യൂട്ടൻ്റ് ആണ് ട്രോപ്പോസ്ഫിയറിക് ഓസോൺ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓസോൺ എന്ന് പറയുമ്പം ഈ ട്രോപ്പോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലോവർ, അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ലോവർ ലെയർ ആണ് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിലുള്ള ഓസോൺ എന്താണ്? അതിന് നമ്മൾ ബാഡ് ഓസോൺ എന്നാണ് പറയാം. ഇതൊരു പൊല്യൂട്ടൻ്റ് ആണ്. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിലുണ്ട്, അതായത് അടുത്ത ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ആണ് നമ്മൾ ഈ പറയുന്ന ഓസോൺ ലെയർ. അതെന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഇങ്ങനെ സണ്ണിൻ്റെ UV റേഡിയേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന നല്ല ഓസോൺ. ഗുഡ് ഓസോൺ ഉണ്ട്, ബാഡ് ഓസോൺ ഉണ്ട്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അതൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ MCQs ഒക്കെ ആയിട്ട് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ആണ് പൊല്യൂട്ടൻ. സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ എന്ന് പറഞ്ഞാൽ ഗുഡ് ഓസോൺ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രൈമറിലി എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് എന്നും എന്താണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനി ഇതിനകത്ത് ഈ പൊല്യൂട്ടൻസിൻ്റെ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ചില പൊല്യൂട്ടൻസ് നമ്മൾ ഇനി ഒന്ന് പഠിക്കാനായിട്ട് പോവാം. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് അല്ലേ? കാർബൺ മോണോക്സൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്താണ്? ഇറ്റ് ഇസ് ഫോംഡ് ബൈ ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസിൻ്റെ ഇൻകംപ്ലീറ്റ് മോട്ടോർ വെഹിക്കിൾസ് എന്നൊക്കെയാണ് കൂടുതലായിട്ടും കാർബൺ മോണോക്സൈഡ് എമിഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്യൂവൽ കമ്പഷൻ മൂലമാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ്ലി കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വെൻ പീപ്പിൾ ആർ എക്സ്പോസ്ഡ് ടു CO or carbon monoxide gas, the CO molecules will displace the oxygen in their bodies and lead to poisoning. അപ്പോൾ ഇതും വളരെ സിഗ്നിഫിക്കൻ്റ്ലി പല തവണ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഈ കാർബൺ മോണോക്സൈഡിന് എന്താ നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനോടൊരു ഡിസ്പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ടെൻഡൻസി കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് പോയ്സണിങ് ഇഫക്റ്റ് അത് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതും യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ആൻഡ് ഓൾസോ ഇതുമൂലം ഉണ്ടാവാൻ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് അല്ലേ? അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇഫ് വി ആർ എക്സ്പോസ് ടു ലോട്ട് ഓഫ് CO ഗ്യാസ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫർ ഡയോക്സൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്താണ്? ബേണിംഗ് ഓഫ് കോൾ ഓയിൽ. ഈ കോളും ഓയിലൊക്കെ ബേൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലായിട്ടും സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വരിക. ആൻഡ് ഓൾസോ നാച്ചുറൽ സോഴ്സസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വോൾക്കാനോസിൽ നിന്നും സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ സൾഫർ ഡയോക്സൈഡിൻ്റെ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ എൻവയൺമെൻറ്റിൽ സംഭവിക്കുന്നു എന്ന് നോക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഔട്ട്കമായി നമ്മൾ കാണുന്നത് എന്താണ്? ആസിഡ് റെയിൻ ആണ്. അപ്പോൾ ആസിഡ് റെയിൻ എന്താണ്, അതിനകത്ത് വരുന്ന കോമ്പണൻസ് എന്താണ് എന്നുള്ളത് കൂടെ പഠിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആസിഡ് റെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആസിഡ് റെയിൻ ഇസ് കോസ്ഡ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് കോമ്പൗണ്ട്സ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ടു ദി അറ്റ്മോസ്ഫിയർ. നൈട്രജൻ ഓക്സൈഡ്സ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് മറ്റൊരു പൊല്യൂട്ടൻ്റ് ആണ്, മറ്റൊരു പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്തത് നോക്കും. അപ്പോൾ ഈ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സും കൂടി റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ദീസ് സബ്സ്റ്റൻസസ് ദി മിക്സ് ആൻഡ് ദേ റിയാക്ട് വിത്ത് വാട്ടർ, ഓക്സിജൻ ആൻഡ് അതർ കെമിക്കൽസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ and that will create or that will form more acidic pollutants and this phenomenon is known as acid rain. Okay, അപ്പോൾ നിങ്ങളോട് യൂഷ്വലി ചോദിക്കുന്നത് എന്തായിരിക്കും? ആസിഡ് റെയിൻ ഇസ് കോസ്ഡ് ബൈ. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ ഓർക്കണം? സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അത് മിക്സ് ആയിട്ട് ദേ വിൽ റിയാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ, ഓക്സിജൻ ആൻഡ് അതർ കെമിക്കൽസ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് സൾഫർ ഡയോക്സൈഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ്റെ ഓക്സൈഡുകളുമായിട്ട് എന്ത് ചെയ്യാണ്? റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊല്യൂട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. ഇവിടെ നിങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റ്ലി ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് വരുന്നത്? ബിക്കോസ് അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
അതായത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ എന്താ, നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നല്ല, 2023 ജൂണിലും 2023 ഡിസംബറിലും ഈ സെയിം ആശയം റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മോട്ടറൈസ്ഡ് വെഹിക്കിൾസ് തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ നാച്ചുറൽ സോഴ്സസും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫയേഴ്സ്, അതുപോലെ വോൾക്കാനോസ് ഒക്കെ നൈട്രജൻ കോമ്പൗണ്ട്സ് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ there are anthropogenic as well as natural sources എന്നുള്ളത് ഓർക്കാം. അപ്പം മുമ്പേ നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ സൾഫർ ഡയോക്സൈഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ആസിഡ് റെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സൾഫർ ഡയോക്സൈഡും അതിൻ്റെ കൂടി നൈട്രജൻ ഓക്സൈഡ്സും കമ്പൈൻ ചെയ്തിട്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കൊണ്ടുണ്ടാകുന്ന വേറൊരു പ്രോബ്ലമാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് യൂഷ്വലി വരാറുണ്ട്. Photochemical smog is a mixture of pollutants that are formed when nitrogen oxides or the oxides of nitrogen and VOCs or volatile organic compounds. ഈ volatile organic compounds is again a pollutant. ഇവ രണ്ടും സൺലൈറ്റിൽ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണിലായിരിക്കും കൂടുതലായിട്ട് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി. ബിക്കോസ് ഇവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് നമ്മൾ പറയുന്ന കാര്യം എന്താ, നൈട്രജൻ്റെ ഓക്സൈഡ്സും VOCസും അല്ലെങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും സൺലൈറ്റിൽ റിയാക്ട് ചെയ്യുന്നിടത്താണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് അതിന് നമ്മൾ വിളിക്കുക. അപ്പോൾ അത് കൂടുതലും എവിടെയാണ്, സമ്മറിലാണ് സംഭവിക്കുക. ഇനി ഈ ഫോട്ടോകെമിക്കൽ സ്മോഗിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ് ആണ് എന്ത്, ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ ഈസ് അഗെയിൻ a pollutant, a secondary pollutant. Okay, അപ്പോൾ ഓസോൺ ആണ് ഫോട്ടോകെമിക്കൽ സ്മോഗിലെ വൺ ഓഫ് ദി മോസ്റ്റ് ടോക്സിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻറ്റയർ റിയാക്ഷനെ ഒന്ന് കാറ്റലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മറ്റൊരാളാണ് നമ്മുടെ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ജനറലി ഫോട്ടോകെമിക്കൽ സ്മോഗിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓർക്കുക, ദേ റിയാക്ട് ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ്, അത് ഓർക്കുക. ആൻഡ് ഈ ഫോട്ടോകെമിക്കൽ സ്മോഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ടോക്സിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഓസോൺ എന്നുള്ളത് ഓർക്കുക. ഇവിടെ നമ്മൾ ഫോട്ടോകെമിക്കൽ സ്മോഗിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സ്മോഗ് തന്നെ ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ ഫോട്ടോകെമിക്കൽ സ്മോഗ് ആണ്. വേറൊരു കൈൻഡ് ഓഫ് സ്മോഗ് ആണ് സൾഫ്യൂറസ് സ്മോഗ് എന്ന് പറയുന്നത്. സൾഫ്യൂറസ് സ്മോഗ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ സൾഫർ ഓക്സൈഡ്സ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് സൾഫറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് മൂലവും എന്ത് സംഭവിക്കാം, സ്മോഗ് ഉണ്ടാവാം. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് സ്മോഗ് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോട്ടോകെമിക്കൽ സ്മോഗ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ടോക്സിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഓസോൺ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഓസോണെ കുറിച്ച് നമുക്ക് നോക്കാം. ഓസോൺ എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് എന്താണ്, ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ഫൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ ബൈ റിയാക്ഷൻ ബിറ്റ്വീൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതായത് ഈ ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഓസോൺ എന്ന് പറഞ്ഞാൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും സൺലൈറ്റിൽ റിയാക്ട് ചെയ്യുന്നിടത്താണ് എന്തുണ്ടാവുന്നത്, ഓസോൺ എന്ന സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോകെമിക്കൽ സ്മോഗ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പൊല്യൂട്ടൻ്റ് ആണ് ഏത്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇറ്റ്സ് അഗെയിൻ ആൻ ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻസ്. സോ VOCs അല്ലെങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഹൈഡ്രോകാർബൺസ് ഇൻ എ gaseous state at room temperature. They are toxic substances that give rise to photochemical oxidants such as ozone. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ഓസോണിൻ്റെ ഫോർമേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി VOCs നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്മെല്ലൊക്കെ പെയിൻറ്റ്സ്, അതുപോലെ ഫർണിച്ചർ പോളിഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലീനേഴ്സ് അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവേഴ്സ് ഒക്കെ ഇല്ല, അതിനകത്തൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ മെയിൻലി ഓർക്കേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പൊല്യൂട്ടൻ്റ് ആണ് PM അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയും. സോ പെർട്ടിക്കുലേറ്റ് മാറ്ററും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ്. So it's a mixture of solid particles and liquid droplets found in the air. Some particles such as dust, dirt, soot or smoke are large or dark enough to be seen with the naked eye. അപ്പം നമ്മുടെ പെർട്ടിക്കുലേറ്റ് ചെറിയ ചെറിയ പൊടികൾ ഇങ്ങനെയുള്ള സോളിഡ് പാർട്ടിക്കിൾസും ഡ്രോപ്ലെറ്റ്സും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു മിക്സറാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കോസ് ചെയ്യാനായിട്ട് ഈ പെർട്ടിക്കുലേറ്റ് മാറ്റർ ഒരുപാട് നമ്മൾ
ഇൻഹെയിൽ ചെയ്താലായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററിന് ജനറലി നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, PM10ഉം PM2.5. ബേസിക്കലി ഇതിൻ്റെ ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ പറയുന്നത്. അപ്പോൾ PM10 എന്ന് പറഞ്ഞാൽ ഇൻഹെയിലബിൾ പാർട്ടിക്കിൾസ് വിത്ത് ഡയമീറ്റേഴ്സ് ദാറ്റ് ആർ ജനറലി 10 മൈക്രോമീറ്റേഴ്സ് ആൻഡ് സ്മോളർ. 10 മൈക്രോമീറ്റർ അതിന് താഴെയാണെങ്കിൽ PM10, 2.5 മൈക്രോമീറ്റേഴ്സോ സ്മോളറോ ആണെങ്കിൽ ദാറ്റ് ഈസ് ദ സെക്കൻഡ് കാറ്റഗറി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറലി ഇതിൻ്റെ സോഴ്സസ് നമ്മൾ നോക്കിയാൽ, ഈ പെർട്ടിക്കുലർ മാറ്ററിൻ്റെ സോഴ്സസ് നമ്മൾ നോക്കിയാൽ വി ഹാവ് വെഹിക്കുലർ എമിഷൻ, ഇൻഡസ്ട്രിയൽ കമ്പഷൻ പ്ലാന്റ്സ്, കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ കമ്പഷൻ. അതായത് കമ്പഷൻ സാധനങ്ങളൊക്കെ കത്തിക്കുക, ഇൻഡസ്ട്രിയൽ കമ്പഷൻ, അതുപോലെ വെഹിക്കുലർ എമിഷൻസ്, ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ചില പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൽ നിന്ന് യൂഷ്വലി ചോദിക്കാറുള്ള അല്ലെങ്കിൽ ഈ പൊല്യൂട്ടൻസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് നോക്കാം. അതിനുശേഷം വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സോ ഹി ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ഇസ് നോൺ as good ozone, and statement 2 states ozone at the surface level is a serious health hazard and known as pollutant. അപ്പോൾ ഓസോണെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഓസോൺ പറഞ്ഞു അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിക് ഓസോണും ഉണ്ട്, ട്രോപ്പോസ്ഫിയറിക് ഓസോണും ഉണ്ട്. അപ്പോൾ ഈ സർഫസ് ലെവലിൽ വരുന്ന ഈ ലോവർ ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അവിടെ വരുന്ന നമ്മളുടെ ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പൊല്യൂട്ടൻറ്റ്. അതൊരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിക് ഓസോണോ അത് നല്ല ഓസോണാണ്, അല്ലെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓസോൺ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ഇസ് നോൺ as good ozone and ozone at the surface level is a serious health hazard and known as pollutant. So both these statements are true. So both statement 1 and statement 2 are correct and right answer. That is option A. So the right answer is A itself. Moving to the next question. December 2023 ചോദിച്ചതാ, പഠിച്ച സമയത്ത് വളരെ സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞിരുന്നു. In air pollution, oxides of nitrogen include. അപ്പോൾ oxides of nitrogen എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഏതൊക്കെയാണ്? നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. A and C will be the right answer. A and C only is option B. So the right answer is option B itself. സോ ഇനി നമ്മൾ നോക്കുന്നത് എയർ പൊല്യൂഷനിലെ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ് മേജർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ പൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വേരിയസ് പൊല്യൂട്ടൻസ് അവിടെയും പഠിക്കാനുണ്ട് വാട്ടർ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ആ എല്ലാ പൊല്യൂട്ടൻസിലേക്കും അല്ല ഇപ്പോൾ പോകുന്നത്. അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് നമ്മൾ പറഞ്ഞൊരു പൊല്യൂട്ടൻ്റ് ആണ് ന്യൂട്രിയൻസ്, പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയും. അതായത് വാട്ടർ ബോഡീസിൽ ഈ പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. ഈ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് വെള്ളത്തിൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കി. എന്താ അത്? നൈട്രജനും ഫോസ്ഫറസും അല്ലെങ്കിൽ പ്ലാന്റ് ന്യൂട്രിയൻസ് വെള്ളത്തിൽ അധികമായിട്ട് വരുമ്പോൾ അത് ഈ വെള്ളത്തിലുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൽഗയും നമ്മൾ പറയും, അതിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂട്ടും. അതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് സ്പെസിഫിക്കലി പറയാം. പ്ലാന്റ് ന്യൂട്രിയൻസിൻ്റെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായ ക്വാണ്ടിറ്റി വെള്ളത്തിൽ വരുന്നത് കൊണ്ടുണ്ടാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രോഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ യൂട്രോഫിക്കേഷൻ അഥവാ ഈ പറയുന്ന പ്ലാന്റ് ന്യൂട്രിയൻസിൻ്റെ അളവ് വെള്ളത്തിൽ കൂടുന്നത് അല്ലെങ്കിൽ പ്ലാന്റ് ന്യൂട്രിയൻസിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ടിനനുസരിച്ച് വാട്ടർ ബോഡീസിനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്, ബട്ട് ദി ഓവർ അബൻഡൻസ് ഓഫ് ന്യൂട്രിയൻസ് ഇൻ വാട്ടർ ക്യാൻ ഹാവ് മെനി ഹാർംഫുൾ ഹെൽത്ത് ആൻഡ് എൻവയറൺമെന്റൽ ഇഫക്ട്സ്. An overabundance of nutrients, primarily nitrogen and phosphorus, in water starts a process called eutrophication. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ന്യൂട്രിയൻസ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് എസെൻഷ്യൽ ആണ്. പക്ഷേ ഇത് ഒരുപാട് ഓവർ അബൻഡൻസ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാർംഫുൾ ഹെൽത്ത് ആൻഡ് എൻവയൺമെൻറ്റൽ ഇഫക്ട്സിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് അത് ഭയങ്കര അധികമായിട്ട് ഉണ്ടായാൽ that will start a process called eutrophication in the water bodies. അപ്പോൾ എന്താ eutrophication എന്ന് പറഞ്ഞാൽ? It is a process by which a body of water becomes enriched in dissolved nutrients that stimulate the growth of aquatic plant life, usually resulting in the depletion of dissolved oxygen അല്ലെങ്കിൽ DO. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? ഈ ഡിസോൾവ് ന്യൂട്രിയൻസ് ഭയങ്കരമായിട്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൽഗെ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാട്ടർ ബോഡീസിൽ ഭയങ്കരമായിട്ട് കൂടും. അതിൻ്റെ ഭാഗമായിട്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ലെങ്കിൽ ഡിയോയുടെ അളവ് വാട്ടർ ബോഡീസിൽ എന്ത് ചെയ്യും?
കുറയും. DO എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോഡിയിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അല്ലേ. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് ഭയങ്കരമായിട്ട് ഡിപ്ലീറ്റ് ചെയ്യും. സോ ദാറ്റ്സ് എൻ ഇഷ്യൂ. അപ്പോൾ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് യൂട്രോഫിക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, യൂട്രോഫിക്കേഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ, ഇതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയുടെ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിൽ, ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ന്യൂട്രിയൻസിന്റെ അളവും അതുകൊണ്ടുണ്ടാവുന്ന പ്ലാന്റ് ഗ്രോത്തും. അപ്പോൾ ആ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിസിൽ നമുക്ക് വാട്ടർ ബോഡീസിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ട്രോഫിക് സ്റ്റേറ്റ് ഇൻഡെക്സ് ഓഫ് എ വാട്ടർ ബോഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ TSI എന്ന് പറയും. So trophic state index of a water body is a classification system which is designed to rate water bodies based on the amount of biological productivity they sustain. അതിനകത്തുള്ള biological productivity or the presence of nutrients or the growth of aquatic plants, അതിനെയാണ് നമ്മൾ ഈ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് വാട്ടർ ബോഡീസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ദ ട്രോഫിക് സ്റ്റേറ്റ് ഇൻഡെക്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ അതിലൊന്നാണ് ഒളീഗോട്രോഫിക് എന്ന് പറയും. ഒളീഗോട്രോഫിക് ലേക്ക് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൻ്റെ പ്രത്യേകത എന്താ, ഇവർക്ക് റിലേറ്റീവ്ലി ലോ പ്രൊഡക്ടിവിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ന്യൂട്രിയൻ കോണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ ന്യൂട്രിയൻറ്റ് കോണ്ടന്റ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടുത്തെ പ്ലാന്റ് ഗ്രോത്ത് കുറവായിരിക്കും. സോ ലോ പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു ലോ ന്യൂട്രിയൻ കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താ, ഇങ്ങനെയുള്ള ലേക്സിലെ വെള്ളം എന്താ നല്ല ക്ലിയർ ആയിരിക്കും. ബിക്കോസ് ലിമിറ്റഡ് ആൽഗെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ ആൽഗെ ഉണ്ടാവുള്ളൂ. കാരണം ലോ ന്യൂട്രിയൻസ് ആണ് അതിനകത്ത്, ലോ പ്രൊഡക്ടിവിറ്റി ആണ്. അപ്പോൾ ക്ലിയർ വാട്ടർ ആണ്, ഹൈ ഡ്രിങ്കിങ് ക്വാളിറ്റി ഈ വെള്ളത്തിന് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് മീസോട്രോഫിക് എന്ന് പറഞ്ഞാൽ. മീസോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ആണ്. അപ്പോൾ ഈ മീസോ എന്ന് പറയുമ്പോൾ തന്നെ ഇന്റർമീഡിയറ്റ് എന്നുള്ള ഒരു ടേം നമുക്ക് അസോസിയേറ്റ് ചെയ്യാം അല്ലെ, മീഡിയം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ ലേക്സിന് പ്രത്യേകത എന്താ, മീഡിയം ലെവൽ ന്യൂട്രിയൻസ് ആയിരിക്കും. യൂഷ്വലി ക്ലിയർ ആണ്, കാരണം അധികമായിട്ടൊന്നുമില്ല, മീഡിയം റേഞ്ചിലേ ഉള്ളൂ. അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടാവും, പക്ഷെ സബ്മേർജ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ വെള്ളത്തിന് അടിയിലായിരിക്കും നമുക്കത് ഉണ്ടാവുക. അങ്ങനെ ഭയങ്കരമായിട്ട് തഴച്ചു വളർന്ന് വെള്ളത്തിന് മുകളിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇനി യൂട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ, യൂട്രോഫിക് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽസ് ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ആണ്. സോ ആൻ അബൻഡൻസ് ഓഫ് പ്ലാന്റ്സ് ഇസ് സപ്പോർട്ടഡ് ബൈ സച്ച് ലേക്സ് ഡ്യൂ ടു ദ റിച്ച് ന്യൂട്രിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ യൂട്രോഫിക് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ പ്രൊഡക്ടിവിറ്റി ആണ്, ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, ഹൈപ്പർ യൂട്രോഫിക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര എക്സസീവ് ഗ്രോത്ത് ആണ്. ഈ യൂട്രോഫിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഹൈ ലെവലാണ്. എക്സസീവ് ആയിട്ട് പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതാണ് ഹൈപ്പർ യൂട്രോഫിക് എന്ന് പറയുന്നത്. സോ in these lakes suffer from problems arising due to excessive plant and algal growth due to a high supply of growth nutrients, and the overgrowth of algae often suffocates the fauna below the water depths, and this might create dead zones beneath the water surface. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവൊക്കെ കുറേ അതിൻ്റെ കൂടി പറഞ്ഞതുപോലെ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കയറി വളരും. അപ്പോൾ ഈ വെള്ളത്തിലുള്ള ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൃത്യമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല. അവർ സഫോക്കേറ്റ് ചെയ്തിട്ട് അത് മരിച്ചു പോവും, അല്ലെങ്കിൽ അത് അവിടെ ഒരു ഡെത്ത് സോൺ തന്നെ ഉണ്ടാവും ഈ വാട്ടർ ബോഡീസിനകത്ത്. അപ്പോൾ അതിനാണ് ഹൈപ്പർ യൂട്രോഫിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. റീസെന്റ് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. When a water body gets enriched with nutrients, the process is called as, and you have various options given here as well. So ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ടർ ബോഡി ഗെറ്റ്സ് എൻറിച്ച്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒളിഗോട്രോഫിക്കേഷൻ, യൂട്രോഫിക്കേഷൻ, മിസോട്രോഫിക്കേഷൻ, ഡിസ്ട്രോഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എൻറിച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാടുണ്ടെന്നാ അല്ലേ. അപ്പോൾ അത് ഏതായിരിക്കും, ദാറ്റ് ഈസ് യൂട്രോഫിക്കേഷൻ, ഓപ്ഷൻ ബി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഫ്രം ജൂൺ 2023 itself. So it's ask us to find out when a water body is deficient in nutrients, it is known as ഡെഫിഷ്യന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഒളിഗോട്രോഫിക് ഉണ്ട്, യൂട്രോഫിക് ഉണ്ട്, മീസോട്രോഫിക് ഉണ്ട്, ഡിസ്ട്രോഫിക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, ഡെഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ യൂട്രോഫിക്കും മീസോട്രോഫിക്കും വരില്ല, ഒളിഗോട്രോഫിക് എന്നുള്ളതാണ് ഉറപ്പായിട്ടും ആൻസർ ആയിട്ട് വരിക. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒളിഗോട്രോഫിക്കിനോട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടേം തന്നെയാണ് ഡിസ്ട്രോഫിക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ when a water body is deficient in nutrients, it is known as oligotrophic or dystrophic. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ എയും ഡിയും ഓപ്ഷൻസ് എന്താണ് ആൻസർ ആയിട്ട് വരാം. അപ്പം നിങ്ങൾ പഠിച്ചല്ലെങ്കിൽ നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് പഠിച്ച സമയത്ത് നമുക്ക് ഒളിഗോട്രോഫിക് എന്നൊരു ടേം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ടേം ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിച്ചാൽ അതെന്തിനെ അസോസിയേറ്റ് ചെയ്യുന്നതാണ്, ദാറ്റ് വാട്ടർ ബോഡി ഈസ് ഡെഫിഷ്യന്റ് ഇൻ
nutrients. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസറിൽ we can take both A and D. രണ്ടും ഇതിന്റെ ആൻസർ ആയിട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ December 2023. If a water body is healthy and supports no significant biological activity, then its condition is called as. നമുക്ക് various options ഉണ്ട്, hypertrophic, mesotrophic, eutrophic, oligotrophic. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? If a water body is healthy and supports no significant biological activity. അപ്പോൾ low productivity ആണ്. Low productivity or no significant biological activity എന്നൊക്കെ പറയുമ്പോൾ റൈറ്റ് ചോയ്സ് ഏതാണ്? Of course that is option D. Oligotrophic എന്നുള്ളതാണ് right option. So the right answer is option D. Another question from December 2023 itself. Which of the following pairs of elements is most important for eutrophication process? And we have the options calcium, magnesium, nitrogen, phosphorus, nickel, cobalt and iron, copper. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഏത് pairs of elements ആണ് യൂട്രോഫിക്കേഷൻ പ്രോസസ്സിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, നൈട്രജൻ, ഫോസ്ഫറസ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ദാസ് വി കെയിം ടു ദി എൻഡ് ഓഫ് ദിസ് സെഷൻ. നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളാണ് എക്സ്പ്ലോർ ചെയ്തത്. സോ പ്രധാനപ്പെട്ട 2 ഏരിയാസ് ആണ് ജനറലി നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്തത്. ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് സമ്മിറ്റ്സ്, കോൺഫറൻസസ് ഒക്കെ നമ്മൾ നോക്കി. അതിനകത്ത് നിന്ന് തന്നെ ഒരുപാട് കോൺഫറൻസസ്, കമ്മിറ്റി അല്ലെങ്കിൽ ഈ സബ്മിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ സ്പെസിഫിക്കലി 2023 എക്സാംസിൽ എന്തായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രോട്ടോകോൾസും സബ്മിറ്റ്സും ഇത് തമ്മിലൊക്കെയുള്ള കണക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ UNFCCCയുടെ റിസൾട്ടായിട്ട് എന്തൊക്കെ വന്നു, അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. രണ്ടാമത് പൊല്യൂഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതിനകത്ത് എയർ പൊല്യൂഷൻ, നമ്മൾ ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻസ്, അതുകൊണ്ടുണ്ടാവുന്ന എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് വാട്ടർ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് യൂട്രോഫിക്കേഷൻ ആസ് വെൽ as ട്രോഫിക് സ്റ്റേറ്റ് ഇൻഡെക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഏരിയാസ് നിങ്ങൾ പഠിച്ചാൽ അടുത്ത എക്സാമിൽ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവാം എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോകാം. നമ്മളിങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ മാത്രമല്ല, ബേസിക്കലി പഠിക്കേണ്ട കാര്യങ്ങൾ ഓഫ്കോഴ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ എന്താ പുതിയ ടെൻഡൻസി, പുതിയ ട്രെൻഡ് എന്താണ്, ക്വസ്റ്റ്യൻസിൽ എന്താ മാറ്റം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണ് കൂടുതൽ എംഫസൈസ് എന്നൊക്കെ മനസ്സിലാക്കി ഏരിയാസ് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക ആൻഡ് ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് യു റിക്വയർ ഫോർ എൻ എക്സാം ലൈക്ക് നെറ്റ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു നാഷണൽ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്, ഒരു മെൻറ്ററിംഗ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യു ക്യാൻ surely think of Appleby Academy's courses. We have both offline and online courses available. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, കോഴ്സസിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.